പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം തന്നിട്ടുള്ളത് NSS എന്ന് രമേശ് ചെന്നിത്തല. മതനിരപേക്ഷതയുടെ ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നിലപാടുകളിൽ അചഞ്ചലനെന്നും ചെന്നിത്തല പറഞ്ഞു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നിത്തല NSS വേദിയിൽ എത്തുന്നത്. NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തലയെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. രമേശ് കളിച്ച് നടന്ന കാലം പെരുന്നയുടെ സന്തതിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വരാൻ സാങ്കേതികമായ കാരണങ്ങളാൽ പറ്റുന്നില്ല എന്നുള്ള മറുപടി. പക്ഷേ ഈശ്വരാധീനം കൊണ്ടും മന്ത്രിപത്നാഥിന്റെ അനുഗ്രഹം കൊണ്ടും അതിനുമൊക്കെ അർഹനായ ഒരാള് നമ്മൾ ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുകയാണ്. മനീഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം സ്വീകാര്യരാണ് എന്ന് വെളിപ്പെടുത്തുന്ന പ്രസംഗമായിരുന്നു രമേശ് ചെന്നിത്തലയുടേതും G. സുകുമാരൻ നായരുടേതും. പ്രസംഗങ്ങളിൽ നിന്ന് എന്തു വേണം രാഷ്ട്രീയമായി നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ലക്ഷ്മി പത്മ 11 വർഷമായി തുടർന്നിരുന്ന മഞ്ഞ് ഒരുക്കുന്ന കാഴ്ചയാണ് ഇന്ന് 148ാമത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയ G. സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ വാനോളമാണ് പുകഴ്ത്തിയത്. പ്രത്യേകിച്ച് ഉദ്ഘാടകനെ ആദ്യം തീരുമാനിച്ചിരുന്നത് അന്റോണി ജനറലായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു ഉദ്ഘാടകനെയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നതിലായിരുന്നു G. സുകുമാരൻ നായർ തുടങ്ങിയത് തന്നെ. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ അത്രയേറെ പുകഴ്ത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തുകൊണ്ടും ഇവിടെ എത്താൻ വേണ്ടി ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ രമേശ് ചെന്നിത്തല തന്നെയാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഈ NSSന്റെ പുത്രനാണ്. അദ്ദേഹം കളിച്ചു വളർന്നതെല്ലാം തന്നെ ഇവിടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇവിടെ ഒരു ഉദ്ഘാടകനെ ക്ഷണിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമെന്നായിരുന്നു അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മുദ്രയിലല്ല അദ്ദേഹത്തിനെ ഇവിടെ ക്ഷണിച്ചത്. കാരണം അങ്ങനെ ക്ഷണിക്കേണ്ട ഒരാളല്ല അദ്ദേഹം. പ്രത്യേകിച്ച് NSSന്റെ പുത്രനാണെന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, രമേശ് ചെന്നിത്തലയുടെ മറുപടി പ്രസംഗം എന്ന തലത്തിൽ തന്നെ കണക്കാക്കാവുന്ന ഉദ്ഘാടന പ്രസംഗമായിരുന്നു. പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അതായത് പറഞ്ഞു വന്നത് ഇരു വിഭാഗങ്ങളും, അതായത് NSSുമായി കഴിഞ്ഞ 11 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു സ്വരച്ചേർച്ച അത് അങ്ങനെ തന്നെ അലിഞ്ഞില്ലാതാകുന്നതാണ് നമുക്ക് ആ വേദിയിൽ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് G. സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു പറയുകയും അദ്ദേഹം NSSന്റെ സന്തതി എന്ന കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും NSSുമായിട്ടുള്ള ബന്ധം ഓർത്തെടുത്ത് പറയുന്നു. അതായത് അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ഇവിടെയാണ് വളർന്നത്, ഇത് തൻ്റെ പ്രസ്ഥാനമാണ്. ഇങ്ങനെ ഒരു മഹത്തായ വേദിയിൽ പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഉദ്ഘാടനം ചെയ്ത് ഈ മഹത്തായ വേദിയിൽ എത്താനും അതിൻ്റെ ഒരു ഉദ്ഘാടകനാകാനും കഴിഞ്ഞത് തൻ്റെ ജന്മസുഹൃതമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള മഞ്ഞുകളും ഉരുകുന്ന കാഴ്ചയ്ക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. NSSനെയും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെയും G. സുകുമാരൻ നായരെയും എല്ലാം രമേശ് ചെന്നിത്തലയെയും വാനോളം പുകഴ്ത്തുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഇന്ന് ഇവിടെ വേദിയായത്. പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയത്തിലൊക്കെ മന്നത്ത് പത്മനാഭൻ തെളിച്ച അതേ വഴിയിലൂടെയാണ് NSS നടന്നത്. അതിന് G. സുകുമാരൻ നായർ നേതൃത്വം നൽകി. അത്തരത്തിൽ വർഗീയതയ്ക്കെതിരെ എല്ലായ്പ്പോഴും നിലപാടെടുക്കാൻ NSSന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്,
ഈ മന്നത്ത് പത്മനാഭൻ്റെ കയ്യിൽ വർഗീയതയ്ക്കെതിരെയും അതുപോലെ തന്നെ NSSനെതിരെ വരുന്ന അടികളെയും തടയാനൊക്കെ ഒരു വടി ഉണ്ടായിരുന്നു. ആ അദൃശ്യ വടി ജി സുകുമാരൻ നായരുടെ കയ്യിലുമുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് ഈ NSSനെ വളരെ രീതിയിൽ അനുമോദിച്ച് സംസാരിച്ചതാണ്. പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെ കത്തി നിൽക്കുന്ന ഒരു വിളക്കാണ് NSS എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഒരു പരാമർശം. അത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും NSS കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് മന്നത്ത് പത്മനാഭൻ്റെ കാലം മുതൽ തന്നെ ഉള്ളതാണ് ആ രാഷ്ട്രീയ ഇടപെടലുകൾ. ഒരു ഭരണ കക്ഷി തെറ്റായ ദിശയിലേക്ക് പോകുന്നു, ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് കാണുമ്പോഴൊക്കെ തന്നെ അവർക്കെതിരെ നിലപാടെടുക്കാനും അവർക്കെതിരെ കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയാനും ഒക്കെ ഉള്ള ഒരു ആർജവം പണ്ട് മുതൽ തന്നെ NSS പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആർജവം ഇപ്പോഴും ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തിലും തുടരുന്നു എന്നുള്ളതും സ്വീകാര്യമാണെന്നും അത് തന്നെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് തിരുത്തലിനും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമൊക്കെ ഉപകരിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം ചേർത്ത് പറഞ്ഞു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ശിവഗിരി മഠത്തിനെതിരെയുമുള്ള ജി സുകുമാരൻ നായരുടെ ഒരു പരാമർശം കൂടിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായതാണ് ഈ ക്ഷേത്രത്തിൽ മേൽവസ്ത്രം, പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കുന്നതുമായുള്ള ഒരു വിവാദം. അതിൽ സ്വാമി സത്യനാരായണൻ പറഞ്ഞത് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും രംഗത്തെത്തി. അത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ദേവസ്വം ബോർഡ് അടക്കം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനെ നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ജി സുകുമാരൻ നായർ രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവരങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ശിവഗിരി മഠത്തിനെതിരെയുള്ള ചോദ്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറഞ്ഞൊരു കാര്യം, അവരുടെ അമ്പലങ്ങളിലെല്ലാം എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്തിക്കോട്ടെ, അതായത് മേൽവസ്ത്രം ധരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, പക്ഷേ അതിനെ ഒന്നും തടയാനോ ചോദ്യം ചെയ്യാനോ ഞങ്ങളില്ല. പക്ഷേ ഞങ്ങളുടെ അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ ഹിന്ദുവിന് മാത്രം ബാധകമാകുന്നത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ മുഖ്യമന്ത്രിയോടും ശിവഗിരി മഠത്തിനോടും ചോദിക്കുന്നുണ്ട്. മറ്റു മതങ്ങൾ, അതുപോലെ ഈ മുസ്ലിം, ക്രിസ്ത്യാനി തുടങ്ങിയുള്ള മതങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവിടെയുള്ള മതങ്ങളിലെ ആചാരങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പറയാൻ ഇവർ തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ആചാരങ്ങളുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ആചാരങ്ങൾ ഈ ഹിന്ദുവിന് വേണ്ടി മാത്രം ഖണ്ഡിക്കപ്പെടുന്ന സാഹചര്യത്തിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറയുന്നു. എന്തായാലും ഈ 11 വർഷത്തിന് ശേഷമുള്ള NSSലേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ മടങ്ങിവരവ് വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. തീർച്ചയായും സമുദായ വേദികളിൽ രമേശ് ചെന്നിത്തല നിറയുന്നു. അതും NSSൽ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടകനായി അദ്ദേഹം എത്തുന്നു എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഉണ്ട്. പരസ്പരം പ്രശംസയും സ്നേഹവായ്പും കോരിച്ചൊരിയുകയായിരുന്നു ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും പെരുന്നയിലെ ആ വേദിയിൽ. മനീഷ മാത്യു ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.